അപകടത്തിലായ കൊച്ചി കണ്ടെയ്നർ റോഡ് മൂലമ്പിള്ളി കോതാട് പാലത്തിൻ്റെ തൂണുകൾ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പരിശോധന നടത്തി. മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ പാലത്തിൻ്റെ ബലക്ഷയം പരിശോധിച്ചതോടൊപ്പം ഇവയുടെ സാമ്പിളുകളും സംഘം ശേഖരിച്ചു. തൂണുകളിലെ കോൺക്രീറ്റ് ഇളകി പാലം യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തുന്നത് അമൃത TV കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. റോഡിൽ മൂലമ്പള്ളി കോതാട് പാലത്തിൻ്റെ അപാകതകൾ, ആ പാലത്തിൻ്റെ തൂണുകളുടെ അപാകതകൾ നേരത്തെ തന്നെ അമൃത TV റിപ്പോർട്ട് ചെയ്തായിരുന്നു. ഇപ്പോൾ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ട് എന്നത് സംബന്ധിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഇപ്പോൾ അവിടെ പരിശോധനകൾ നടത്തുന്നത്. അവരവിടെ ഡ്രില്ല് ചെയ്തുകൊണ്ട് ഇതിൻ്റെ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. എത്രത്തോളം പാലത്തിന് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, തൂണുകൾക്ക് എത്രത്തോളം കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ഒരു പഠനമാണ് ഇപ്പോൾ അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അവർ ക്യാമറകൾ മറ്റും ഉപയോഗിച്ചുകൊണ്ട് മുങ്ങൽ വിദഗ്ധരുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ പാലത്തിൻ്റെ തൂണുകൾക്ക് എത്രത്തോളം പ്രശ്നങ്ങളുണ്ട്, ഗുരുതരമായ പ്രശ്നങ്ങളാണോ എന്നത് സംബന്ധിച്ചുള്ള പഠനം നടക്കുന്നു. ഒപ്പം തന്നെ അവിടെ നിന്നുള്ള സാമ്പിളുകളും ശേഖരിക്കുന്നുണ്ട്. സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് അവയുടെ പരിശോധനകളടക്കം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ പാലത്തിലൂടെയുള്ള ഗതാഗതത്തിനടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റ വരിയിലൂടെ വാഹനങ്ങൾ കടത്തിവിടുകയും ആ വാഹനങ്ങൾക്ക് സ്പീഡ് ക്രമീകരിക്കുകയും 20 കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് പോകരുത് എന്ന നിർദ്ദേശവും ഒപ്പം തന്നെ അതിനുള്ള ക്രമീകരണങ്ങളും അവിടെ വരുത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പാലത്തിൻ്റെ എത്രത്തോളം അതിന് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നു. മുളവുകാട് പഞ്ചായത്ത്, അതുപോലെ തന്നെ കടമക്കുടി പഞ്ചായത്ത് ഇവരും പരാതികൾ നൽകിയിരുന്നു. ആ പരാതികൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാഷണൽ ഹൈവേ ഇത്തരമൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്, പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഒരുപക്ഷേ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക. ക്യാമറമാൻ CS ബൈജുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, കൊച്ചി.